ഹലോ, നമുക്കിന്നൊരു ഈസി ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി വെച്ചാലോ? കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. നമുക്കതിനായിട്ട് ആവശ്യത്തിന് കുറച്ച് സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കാവേ. എന്നിട്ട് നമുക്കൊരു കുക്കർ വയ്ക്കാം. കുക്കർ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ബ്രൗൺ കളർ ആവണം കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഉപ്പൊന്നും ഇടുന്നില്ല ഇപ്പോൾ, പിന്നീട് ഉപ്പ് ചേർക്കാവേ. ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്കതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി വേണം, ചെറിയ ഉള്ളി വേണം, ഇഞ്ചി വേണം. ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം കേട്ടോ. 3 നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഉള്ളി ഒന്ന് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയും പച്ചമുളകുമാണ്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാമേ. അതൊന്ന് വഴണ്ട് വരണം കേട്ടോ. എന്നിട്ടാണ് ഇതിന് ബാക്കി ചേർക്കുന്നത്. മിക്സായി വഴണ്ട് വരണേ. അതിലേക്ക് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാവേ. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണേ. യോജിപ്പിച്ച വഴണ്ട് ഒന്ന് വരണം. വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടികൾ ഇനി ഒന്ന് ചൂടാക്കിയാണ് ചേർക്കുന്നത്. കുക്കറിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചൂടായാൽ മതി, ചൂടാക്കി എടുക്കുന്നുണ്ട്. എപ്പോഴത്തേക്കും ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ്. 3 നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്യാമേ. ഇതിന് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാമേ. ഒരു കോഴിയാണ് കേട്ടോ ഇത്, ഒരു മീഡിയം കോഴിയാണ്. നമുക്കെല്ലാം കൂടെ യോജിപ്പിച്ച് ഇതിലൊന്ന് നല്ല രീതിക്ക് മിക്സാക്കി കൊടുക്കാവേ. എല്ലാം ഒന്ന് ചേർന്ന് വരണം കേട്ടോ. മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുക്കർ അടയ്ക്കാവേ. 2 ഫിസിലാണ് ഞാൻ കേൾപ്പിക്കുന്നത്. 2 ഫിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ചിക്കനിൽ നിന്നുള്ള വെള്ളമാണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. എനിക്കിപ്പോൾ അത്യാവശ്യം അത് മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഈ ടൈമിൽ ചൂടാക്കി ചേർത്ത് കൊടുക്കാം. നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബൈ.